പശ്ചിമേഷ്യൻ മേഖലയിലെ ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കടുത്ത പ്രതിരോധത്തിനൊരുങ്ങി സൗദി അറേബ്യ. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും പ്രകോപനമുണ്ടായാൽ സൈനികമായി തിരിച്ചടിക്കുമെന്ന് സൗദി ഉന്നത ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. AFP റിപ്പോർട്ട് പ്രകാരം സൗദി സൈന്യം അതിർത്തികളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ റാസ് തനൂറയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇറാന്റെ വൻ ഡ്രോണാക്രമണം ഉണ്ടായി. സൗദി അറേബ്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തന്ത്രപ്രധാനമായ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന വെടിവെച്ചിട്ടു. എങ്കിലും ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ശുദ്ധീകരണശാലയ്ക്ക് മുകളിൽ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് റാസ് തനൂറയുടെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നായ ഇവിടെ പ്രതിദിനം 5,50,000 വീപ്പ് എണ്ണയാണ് ശുദ്ധീകരിക്കുന്നത്. പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് ആഗോള വിപണിയിലെ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ ഭീമനായ ആരാംകോയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പോർട്ടുകളിൽ ഒന്ന് റാസ് തനൂറയിലാണ്. ഇവിടുത്തെ കയറ്റുമതി തടസ്സപ്പെട്ടാൽ അത് ലോകരാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ഭൂമിശാസ്ത്രപരമായി സൗദി അറേബ്യയുടെ കിഴക്കൻ തീരത്താണ് ഭൂരിഭാഗം എണ്ണപ്പാടകളും സ്ഥിതി ചെയ്യുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് പേർഷ്യൻ ഗൾഫിന് മറുവശത്താണ് ഇറാൻ. ഈ സാമീപ്യം ഡ്രോണുകൾക്കും മിസൈലുകൾക്കും സൗദി കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിലെത്താൻ സൗകര്യമൊരുക്കുന്നു. തലസ്ഥാനമായി റിയാദിലെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചെത്തിയ ഡ്രോണും കഴിഞ്ഞ ദിവസം സൗദി നിർവീര്യമാക്കി. തുടർച്ചയായ 3-ാം ദിവസമാണ് റിയാദിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. ജനവാസ കേന്ദ്രങ്ങൾക്ക് മുകളിലൂടെയുള്ള ഇത്തരം നീക്കങ്ങൾ വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത്. റിയാദിലെ പ്രധാന വ്യോമത്താവളത്തിൽ US സൈനികരുടെ വലിയൊരു സംഘം തമ്പടിച്ചിട്ടുണ്ട്. ഇവിടെ ലക്ഷ്യം വെക്കുന്നതിലൂടെ അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇത് അമേരിക്കയുടെ സൈനിക ഇടപെടലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സൗദി വ്യോമസേനയും നാവികസേനയും അതിർത്തികളിൽ സജ്ജമായിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയും സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേരെയും നടക്കുന്ന കടന്നാക്രമണങ്ങൾ ഇനി അനുവദിക്കില്ലെന്നാണ് റിയാദിന്റെ പക്ഷം. സൗദി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇനി ഒരു ചെറിയ ആക്രമണം ഉണ്ടായാൽ പോലും ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തിരിച്ചടി നൽകാനാണ് തീരുമാനം. യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യമായ സൗദിക്കെതിരെയുള്ള നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. എണ്ണവില കുതിച്ചുയരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ വലിയ പണപ്പെരുപ്പത്തിന് കാരണമാകും. ഉപരോധങ്ങളെ മറികടക്കാൻ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രമെന്ന് സൗദി കുറ്റപ്പെടുത്തുന്നു. സൗദിയുടെ എണ്ണ ഉൽപാദനം തടസ്സപ്പെടുത്തുന്നതിലൂടെ ആഗോള സമ്മർദ്ദം ഉണ്ടാകാമെന്ന് ഇറാൻ കരുതുന്നു. ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും മേഖലയിലെ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ച തയ്യാറാകാത്തത് അന്താരാഷ്ട്ര സമൂഹത്തെ കുഴപ്പിക്കുന്നു. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ മറ്റ് രാജ്യങ്ങളും സൗദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റ്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കി. ഇറാൻ നിർമ്മിത ഡ്രോണുകൾ കുറഞ്ഞ ചിലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളവയാണ്. ഇവയെ പ്രതിരോധിക്കാൻ വലിയ തുക ചിലവഴിച്ചുള്ള ആന്റി മിസൈൽ സിസ്റ്റങ്ങൾ സൗദിക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് പ്രതിരോധ ബജറ്റിനെ ബാധിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് കിഴക്കൻ സൗദി. എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇവരുടെ സുരക്ഷയെക്കുറിച്ചും ആശങ്കയുയർത്തുന്നു. പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം കാരണം പല എണ്ണ കപ്പലുകളും തങ്ങളുടെ സഞ്ചാരപഥം മാറ്റുകയാണ്. ഇത് ഇൻഷുറൻസ് തുക വർദ്ധിക്കാനും അതുവഴി എണ്ണയുടെ അന്തിമ വില കൂടാനും കാരണമാകുന്നു. ഷിയ സുന്നി വിഭാഗീയതയ്ക്ക് പുറമെ മേഖലയിലെ ആധിപത്യത്തിനായി ഇറാനും സൗദിയും പതിറ്റാണ്ടുകളായി മത്സരിക്കുന്നു. എന്നാൽ ഇപ്പോൾ അത് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് മാറുന്നത് വലിയൊരു വിപത്തിന്റെ സൂചനയാണ്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. മേഖലയിൽ സമാധാനം വേണമെന്ന് ഇവർ ആഗ്രഹിക്കുമ്പോഴും ഇറാന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം. സൗദി അറേബ്യയുടെ പ്രതിരോധത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സൗദിക്ക് നൽകുന്നതിലൂടെ ഇറാന്റെ ഭീഷണി ചെറുക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. വരും മണിക്കൂറുകളിൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ പുകയുന്ന ഈ അഗ്നി കെടുത്താൻ അന്താരാഷ്ട്ര മധ്യസ്ഥ അനിവാര്യമാണ്. അല്ലെങ്കിൽ ലോകം ഇതുവരെ കാണാത്ത ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്കും വലിയൊരു യുദ്ധത്തിലേക്കും ഇത് വഴിമാറും.